Friends, welcome to the online classes of Academy Pagalkudi. Here I am Ranjit. I am going to teach you English. അപ്പോൾ ആദ്യം തന്നെ 10th ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് നമുക്കൊന്ന് പരിചയപ്പെടാം. യു ഹാവ് 2 ടെക്സ്റ്റ് ബുക്സ് ഉള്ള നിങ്ങൾക്ക് മൊത്തം 2 ടെക്സ്റ്റ് ബുക്കുകളാണ് പഠിക്കാനുള്ളത്. വോളിയം 1 ആൻഡ് വോളിയം 2. വോളിയം 1 കൺസിസ്റ്റ് ഓഫ് 3 യൂണിറ്റ്സ്. ഫസ്റ്റ് വോളിയത്തിനകത്ത് 3 യൂണിറ്റ്സും വോളിയം സെക്കൻഡ് വോളിയം കൺസിസ്റ്റ് ഓഫ് 2 യൂണിറ്റ്സ്. രണ്ടാമത്തെ വോളിയത്തിനകത്ത് 2 യൂണിറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് വോളിയം ടെക്സ്റ്റ് ബുക്ക്, സെക്കൻഡ് വോളിയം ടെക്സ്റ്റ് ബുക്ക്. ഫസ്റ്റ് വോളിയത്തിനകത്ത് 3 യൂണിറ്റ്സ്. അപ്പൊ നമ്മള് ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റിലോട്ട് പോകാം. യുവർ ഫസ്റ്റ് വോളിയം കൺസിസ്റ്റ് ഓഫ് 3 യൂണിറ്റ്സ് ആൻഡ് ദ ഫസ്റ്റ് യൂണിറ്റ് ഈസ് ഗ്ലിംസസ് ഓഫ് ഗ്രീൻ. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓരോ യൂണിറ്റും ഓരോ തീം ബേസ്ഡ് ആണ്. ഓക്കെ, ഇതിലെ ഫസ്റ്റ് യൂണിറ്റ് ഗ്ലിംസസ് ഓഫ് ഗ്രീൻ. അതിലെ ഫസ്റ്റ് ലെസൺ എന്ന് പറയുന്നത് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. It's a beautiful story which was written by Ruskin Bond. Ruskin Bond എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയ അതിമനോഹരമായ ഒരു കഥയാണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്നത്, ബൈ റസ്കിൻ ബോണ്ട്. Second lesson, The Snake and the Mirror by വൈക്കം മുഹമ്മദ് ബഷീർ. The Snake and the Mirror by വൈക്കം മുഹമ്മദ് ബഷീർ. Third one, it's a poem, ഒരു കവിതയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ബൈ വില്യം വേർഡ്സ്വർത്ത്. These are the 3 lessons you have to learn under the first unit. നിങ്ങൾക്ക് ഒന്നാമത്തെ യൂണിറ്റിൽ പഠിക്കേണ്ട 3 പാഠങ്ങളാണ് ഇവ. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ബൈ റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന ഒരു കഥയാണ്. ദ സ്നേക്ക് ആൻഡ് ദ മിറർ, പാമ്പും കണ്ണാടി എന്ന് പറയുന്ന മലയാളം കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയത്. അതിന്റെ ഇംഗ്ലീഷിലോട്ടുള്ള വിവർത്തനമാണ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്നത്. തേർഡ് വൺ, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. അതൊരു കവിതയാണ് which was written by the nature poet in English, വില്യം വേർഡ്സ്വർത്ത്. ഇംഗ്ലീഷിലെ നേച്ചർ പോയറ്റ് ആയ വില്യം വേർഡ്സ്വർത്ത് എഴുതിയ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്നതാണ് ഈ കവിത എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ യൂണിറ്റ് ഗ്ലിംസസ് ഓഫ് ഗ്രീൻ. ആ ഗ്രീൻ എന്ന് പറയുന്ന പച്ചപ്പ് അല്ലേ, പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു യൂണിറ്റ് തന്നെയാണത്. ഫസ്റ്റ് ലെസൺ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ, ദ സ്നേക്ക് ആൻഡ് ദ മിറർ, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. പിന്നീട് ആ ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത യൂണിറ്റ്സ് ഏതെന്ന് പറഞ്ഞാൽ ദ ഫ്രെയിംസ്. അതാണ് നിങ്ങളുടെ രണ്ടാമത്തെ യൂണിറ്റ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. രണ്ടാമത്തെ യൂണിറ്റ് ഫ്രെയിംസ്. ദ ഫ്രെയിംസ് നമ്മൾ ഫ്രെയിമുമായി ബന്ധപ്പെട്ടത് അല്ലേ. അതിനകത്ത് ഫിലിംസ് ഉണ്ട്, സിനിമയെ കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഷൂട്ടിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. തേർഡ് വൺ എന്ന് പറയുന്നത് ലോർ ഓഫ് വാല്യൂസ്. ലോർ ഓഫ് വാല്യൂസ്. ഈ 3 യൂണിറ്റ് ആണ് നിങ്ങളുടെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇനി അതിനകത്ത് ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ലെസൺ ആയ ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്ന പാഠത്തിലേക്ക് പോകാം. ദ സ്നേക്ക് ആൻഡ് ദ മിറർ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഹ്യൂമറസ് വൺ. ഓക്കെ, The Snake and the Mirror by വൈക്കം മുഹമ്മദ് ബഷീർ. Okay, before going to the lesson,
ഈ ലെസണിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു ചെറിയൊരു ഏരിയ കവർ ചെയ്യേണ്ടതുണ്ട്. ഇറ്റ്സ് ഹൈക്കു. HAIKU. ഹൈക്കു. ഹാവ് യു ഹെഡ് അബൌട്ട് ദ ടൈം ഹൈക്കു? ഹൈക്കു എന്ന് എന്താ കേട്ടിട്ടുണ്ടാവുള്ളൂ. ഗസ് ചെയ്യാവോ എന്താണ് ഹൈക്കു എന്ന്? കേട്ടിട്ടില്ല അല്ലേ? അപ്പൊ ഹൈക്കു എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോം, ഒരു കവിതയാണ് ഹൈക്കു എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കും സാധാരണ കവിതയുടെ പേരാണോ ഹൈക്കു എന്ന്? അല്ല. ഇറ്റ്സ് എ 3 ലൈൻഡ് പോം. ഒരു ഏറെക്കുറെ 3 വരിയുള്ള കവിതകളെയാണ് നമ്മൾ ഹൈക്കു എന്ന് വിളിക്കുന്നത്. ഇത് ഉണ്ടായിരിക്കുന്നത് ജപ്പാനിൽ നിന്ന്. സോ ഇറ്റ് ഹാസ് എ ജാപ്പനീസ് ഫോം ഓഫ് ഒറിജിൻ. അതിനുള്ളത് ഒരു ജാപ്പനീസ് ഫോം ആണ് കേട്ടോ. അത് 3 ലൈൻഡ് ആണ്. പിന്നെ അൺറൈംഡ് ലൈൻസ്, പരസ്പരം റൈം ചെയ്യാത്ത വരികളാണ് ഈ 3 എണ്ണവും കേട്ടോ. അപ്പൊ അതാണ് ഹൈക്കു എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഒരു ഹൈക്കു കൊടുത്തിട്ടുണ്ട്. മനോഹരമായ ഒരു ഹൈക്കു ആണ്. പേജ് നമ്പർ 8 കൊടുത്തിട്ടുണ്ട്. ദ മൗണ്ടൻ മിസ്റ്റ് ഹവറിംഗ് ഓവർ ദ പൈൻസ് ആൻഡ് പോൺസ് അൺവെയിൽസ് ദ ഹെവൻ. ഇത്രയേ ഉള്ളൂ. ഇത് പരീക്ഷയ്ക്ക് മൊത്തം ഇത് ചോദിക്കുന്ന എളുപ്പമുണ്ടായിരുന്നു അല്ലേ? 3 വരിയല്ലേ ഉള്ളൂ. ദ മൗണ്ടൻ മിസ്റ്റ് hovering over the pines and ponds unveils the heaven. The mountain mist, നമുക്കറിയാം പർവ്വതത്തിന്റെയും മലയുടെയും മുകളിലുള്ള മിസ്റ്റ് മൂടൽ മഞ്ഞ്. hovering over the pines and ponds, പൈൻ മരങ്ങളും പോൺസിനും മുകളിൽ മൂടിക്കിടക്കുന്ന മഞ്ഞ്. unveils the heaven. അപ്പം ആ ദൃശ്യം എന്ന് പറയുന്നത് അവിടെ മനോഹരമായ ദൃശ്യമാണ്. അത് ആ മനോഹരമായ ദൃശ്യം എന്ത്? അത് സ്വർഗത്തിന്റെ മൂടി മാറ്റി തരുന്നു, മനോഹരമായ സ്വർഗം നമുക്ക് കാണിച്ചു തരുന്നു എന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു 3 വരിയാണ് കൊടുത്തേക്കുന്നത്. ദ മൗണ്ടൻ മിസ്റ്റ് ഹവറിംഗ് ഓവർ ദ പൈൻസ് ആൻഡ് പോൺസ് അൺവെയിൽസ് ദ ഹെവൻ. ഓക്കെ, നമുക്കിനി നമ്മുടെ പാഠത്തിലോട്ട് പോവാം. ദ സ്നേക്ക് ആൻഡ് ദ മിറർ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഹീസ് നോൺ ആസ് ബേപ്പൂർ സുൽത്താൻ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന മലയാളത്തിലേതായ ഒരു തനത് ശൈലിയുള്ള ഒരു എഴുത്തുകാരനാണ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ. ഒരുപാട് സിനിമകളൊക്കെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അതിൻ്റെയൊക്കെ കഥകൾ എഴുതിയിട്ടുണ്ട് അല്ലേ? ബാല്യകാലസഖി, മതിലുകൾ, എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആന ഉണ്ടാകുന്ന, അതൊക്കെ മനോഹരമായ കൃതികളാണ് അദ്ദേഹത്തിൻ്റെ. ഓക്കെ, ഇനി നമുക്ക് ആ പാഠത്തിലോട്ട് പോവാം. അപ്പൊ നിങ്ങളെല്ലാം ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ പേജ് നമ്പർ 23 എടുക്കുക. 23ാമത്തെ പേജ് നമ്പർ എടുക്കുക. ഓക്കെ, ദ സ്നേക്ക് ആൻഡ് ദ മിറർ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പൊ ഞാൻ ഈ ടെക്സ്റ്റിൽ കുറച്ച് ഓരോ പാരാഫ്രൈസ് വായിച്ച് നിങ്ങൾക്ക് മീനിങ് മലയാളത്തിൽ തന്നെ പറഞ്ഞിരുന്നതായിരിക്കും. ഞാനിപ്പോൾ ഈ പാഠം നിങ്ങൾക്കായിട്ട് ഒന്ന് വായിച്ചു തരാം, അതിനുശേഷം അർത്ഥവും പറഞ്ഞുതരാം. ദ സ്നേക്ക് ആൻഡ് ദ മിറർ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. Has a snake ever coiled itself round any part of your body? A full-blooded cobra. All of us fell silent. The question came from the homeopath. The topic came up when we were discussing snakes. We listened attentively as the doctor continued with the tale. It was a hot summer night, about 10 o'clock. I had my meal at the restaurant and returned to my room. I heard a noise from above as I opened the door. The sound was a familiar one. One could say that rats and I shared the room. I took out my box of matches and lighted the kerosene lamp on the table. ഇപ്പം ഞാൻ വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സൈഡിലൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, അതും കൂടെ പറയും. ഞാൻ വായിച്ച് അർത്ഥം പറഞ്ഞതിന് ശേഷം നിങ്ങൾ അതിന് ഉത്തരം പറയാൻ ശ്രമിക്കണം കേട്ടോ. Has a snake ever coiled itself round any part of your body? A full-blooded cobra. എപ്പോഴെങ്കിലും ഒരു പാമ്പ് നിങ്ങളുടെ ആരുടെയെങ്കിലും ദേഹത്ത് ചുറ്റിട്ടിരുന്നിട്ടുണ്ടോ? A full-blooded cobra. അതൊരു ഉശിരൻ മൂർഖൻ. All of us fell silent. നമ്മളെല്ലാവരും നിശബ്ദരായിരുന്നു. The question came from the homeopath. മറ്റാരുമല്ല ചോദിക്കുന്നത്. ഹോമിയോപാത്ത് മീൻസ് ഹോമിയോ ഡോക്ടർ. ഒരു ഹോമിയോ ഡോക്ടറാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. The topic came up when we were discussing snakes. ഈ ചോദ്യം വന്നത് നമ്മൾ പാമ്പുകളെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു. We listened attentively as the doctor continued with the tale. ഞങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടിരുന്നു. ഡോക്ടർ കഥ തുടർന്നു.
It was a hot summer night about 10 o'clock. I had my meal at the restaurant and returned to my room. I heard a noise from above as I opened the door. The sound was a familiar one. One could say that rats and I shared the room. I took out my box of matches and lighted the kerosene lamp on the table. It was a hot summer night about 10 o'clock. ഒരു വേനൽക്കാലമായിരുന്നു ഒരു ദിവസം. വേനൽക്കാലത്തിലെ ഒരു ദിവസം രാത്രി 10 മണിയായി കാണും. ഐ ഹാഡ് മൈ മീൽ അറ്റ് ദ റെസ്റ്റോറൻറ്റ്. ഞാൻ തൊട്ടടുത്ത റെസ്റ്റോറൻറ്റിൽ പോയി എൻ്റെ അത്താഴമൊക്കെ കഴിച്ചു. ആൻഡ് റിട്ടേൺ ടു മൈ റൂം. എൻ്റെ മുറിയിലേക്ക് തിരിച്ചു വന്നു. ഐ ഹേർഡ് എ നോയ്സ് ഫ്രം എബോ ആസ് ഐ ഓപ്പൺ ദി ഡോർ. ഞാൻ കതക് തുറന്ന് അകത്തോട്ട് കിടന്നപ്പോൾ മുകളിൽ നിന്നൊരു ശബ്ദം കേട്ടു. ദ സൗണ്ട് വാസ് എ ഫെമിലിയർ വൺ. എനിക്ക് സുപരിചിതമായിരുന്നു ആ ശബ്ദം. വൺ കുഡ് സേ ദാറ്റ് റാറ്റ്സ് ആൻഡ് ഐ ഷെയർഡ് ദ റൂം. ഒരാൾക്ക് പറയാൻ സാധിക്കുമായിരുന്നു ഞാനും എലികളുമായിരുന്നു ആ മുറി ഷെയർ ഇട്ട് ഇരുന്നത്. കാരണം എന്നോടൊപ്പം എലികളും ആ മുറിയിൽ താമസമുണ്ടായിരുന്നു. ഐ ടുക്ക് ഔട്ട് മൈ ബോക്സ് ഓഫ് മാച്ചസ് ആൻഡ് ലൈറ്റഡ് ദി കെറോസിൻ ലാമ്പ് ഓൺ ദി ടേബിൾ. ഞാൻ എൻ്റെ കയ്യിലുള്ള തീപ്പെട്ടി ഞാൻ എടുത്തു. എന്നിട്ടൊരു മണ്ണെണ്ണ വിളക്ക് തെളിയിച്ച് ടേബിളിന് മുകളിലേക്ക് വെച്ചു. ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. ഇറ്റ് വാസ് എ സ്മോൾ റെന്റഡ് റൂം. I had just set up medical practice and my earnings were meager. I had about 60 rupees in my suitcase along with some shirts and dhotis. I also possessed one solitary black coat which I was then wearing. The house was not electrified. അതായത് ആ മുറി വൈദ്യുതീകരിച്ചതല്ലായിരുന്നു. ഇറ്റ് വാസ് എ സ്മാൾ റെന്റഡ് റൂം. അതൊരു കുഞ്ഞു വാടക മുറിയായിരുന്നു. ഐ ഹാഡ് ജസ്റ്റ് സെറ്റപ്പ് മെഡിക്കൽ പ്രാക്ടീസ് ആൻഡ് മൈ ഏർണിങ്സ് വെയർ മീഗർ. ഞാൻ എൻ്റെ മെഡിക്കൽ പ്രാക്ടീസ് ആരംഭിച്ചതിലുള്ള പഠനം കഴിഞ്ഞിട്ട്. അതുകൊണ്ട് എൻ്റെ വരുമാനം ഇറ്റ് വാസ് മീഗർ, വളരെ ചെറുതായിരുന്നു. ഐ ഹാഡ് അബൌട്ട് 60 rupees ഇൻ മൈ സൂട്ട് കേസ്. എൻ്റെ ബാഗിനകത്ത് സൂട്ട് കേസിനകത്ത് ഒരു 60 രൂപ ഉണ്ടായിരുന്നു. എലോങ് വിത്ത് സം ഷർട്ട്സ് ആൻഡ് ധോത്തീസ്. എൻ്റെ കുറച്ച് ഷർട്ട്സും ഒപ്പം ധോത്തീസ് മുണ്ടിനോടൊപ്പം ഞാൻ കരുതിയിരുന്ന ഒരു 60 രൂപ. അതായിരുന്നു എൻ്റെ ആകെ സമ്പാദ്യം. ഐ ഓൾസോ പൊസസ്ഡ് വൺ സോളിറ്ററി ബ്ലാക്ക് കോട്ട് വിച്ച് ഐ വാസ് ദെൻ വിയറിംഗ്. പിന്നെ എനിക്കുണ്ടായിരുന്നത് ഒരു കറുത്ത കോട്ടായിരുന്നു. അത് ആ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ ധരിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഇത്രയുമായിരുന്നു എൻ്റെ ആകെ സമ്പാദ്യങ്ങൾ. The two windows in the room. It was an outer room with one wall facing the open yard. It had a tiled roof with long supporting gables that rested on the beam over the wall. There was no ceiling. There was a regular traffic of rats to and from the beam. I made my bed and pulled it close to the wall. I lay down but I couldn't sleep. I got up and went to the veranda for a little air, but the wind gods seemed to have taken time off. I took off my black coat. ഞാൻ മുറിക്കുള്ളിൽ കയറിയിട്ട് എൻ്റെ കറുത്ത കോട്ടും മാറ്റി. വൈറ്റ് ഷർട്ട്, കറുത്ത കോട്ടിനകത്ത് ഒരു വെളുത്ത ഷർട്ട്, അത് മൂരി. ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ് ആൻഡ് ഹാങ് ദം അപ്പ്. അതായത് ഞാൻ എൻ്റെ കോട്ടൂരി ഷർട്ടൂരി, പിന്നീട് അതിനകത്ത് അത്ര വൃത്തിയില്ലാത്തൊരു കറുത്ത ബനിയനും ഉണ്ടായിരുന്നു. അതും എവിടെ ഹാങ് ദം അപ്പ്, തൂക്കിയിട്ടു. ഐ ഓപ്പൺഡ് ദ 2 windows ഇൻ ദ റൂം. ആ മുറിയിലെ 2 ജനാലകളും ഞാൻ തുറന്നിട്ടു. ഇറ്റ് വാസ് ആൻ ഔട്ടർ റൂം വിത്ത് വൺ വാൾ ഫേസിങ് ദ ഓപ്പൺ യാർഡ്. അതൊരു പുറത്തേക്കുള്ള മുറിയായിരുന്നു, പുറത്തോട്ട് നോക്കിയിരിക്കുന്ന ഒരു മുറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ജനാലകൾ തുറത്തിട്ടാൽ സ്വാഭാവികമായിട്ടും പുറമേ നിന്നുള്ള കാറ്റ് കിട്ടും തുറന്നിട്ട് കഴിഞ്ഞാൽ. ഇറ്റ് ഹാഡ് എ ടൈൽഡ് റൂഫ് വിത്ത് ലോങ് സപ്പോർട്ടിങ് കേബിൾസ്. ഓട് പാകിയതായിരുന്നു. അതോടൊപ്പം തന്നെ ലോങ് സപ്പോർട്ടിങ് ഗ്യാബിൾസ്. ഗ്യാബിൾസ് നമുക്കറിയാം, ത്രികോണ മുഖപ്പ്. ഒരു ഓടിട്ട വീടുകളിലൊക്കെ പ്രത്യേക ഒരു ത്രികോണ ആകൃതിയിലായിരിക്കും മേൽക്കൂര, അല്ലേ? അതിൻ്റെ ഒരു ത്രികോണ മുഖപ്പുണ്ട്. ദാറ്റ് റെസ്റ്റഡ് ഓൺ ദ ബീം ഓവർ ദ വാൾ. ദെയർ വാസ് നോ സീലിംഗ്. ഒരു സീലിംഗ് ഒന്നും ഇല്ലായിരുന്നു. Long supporting cables and rested on the beam over the wall. There was no ceiling. There was a regular traffic of rats to and from the beam. മുകളിൽ നിന്നും അവിടേക്കും ഇവിടേക്കും ഒരു എലികളുടെ സ്ഥിരമായ ഒരു സഞ്ചാര പാതയായിരുന്നു അതെന്ന് പറയുന്നത്. ഐ മേഡ് മൈ ബെഡ് ആൻഡ് പുൾഡ് ഇറ്റ് ക്ലോസ് ടു ദ വാൾ. ഞാൻ എന്തായാലും രാത്രി കിടക്കാനുള്ള റെഡിയാക്കി
നമ്മൾ കിടക്കയൊക്കെ റെഡിയാക്കി അത് ഞാൻ കൂടുതലും ഭിത്തിയോട് ചേർത്ത് വലിച്ചിട്ടു. ഐ ലേ ഡൗൺ ബട്ട് ഐ കുഡ്ന്റ് സ്ലീപ്പ്. കിടക്കാണ്ട് ശ്രമിച്ചു, പക്ഷെ എനിക്ക് ഉറക്കം കിട്ടിയില്ല. ഐ ഗോട്ട് അപ്പ് ആൻഡ് വെന്റ് ഔട്ട് ടു ദ വരാന്ത ഫോർ എ ലിറ്റിൽ എയർ. കുറച്ച് വായു കിട്ടാനായിട്ട് ഞാൻ വരാന്തയിലേക്ക് ഇറങ്ങി. ബട്ട് ദ വിൻഡ് ഗോഡ് സീം ടു ഹാവ് ടേക്കൺ ടൈം ഓഫ്. പക്ഷേ കാറ്റും അടിക്കുന്നില്ല. വായുദേവനും ആ സമയത്ത് ഒരു അനുഗ്രഹവും നൽകിയില്ല. I went back into the room and sat down on the chair. I opened the box beneath the table and took out a book, The Materia Medica. I opened it at the table on which stood the lamp and a large mirror. A small comb lay beside the mirror. I went back into the room. ഞാൻ തിരിച്ച് മുറിയിലേക്ക് വന്നു. And sat down on the chair. തിരിച്ച് കസേര വലിച്ചിട്ടിരുന്നു. കാരണം വരാന്തയിൽ വായു ഒന്നും കിട്ടിയില്ലല്ലോ. ഐ ഓപ്പൺഡ് ദ ബോക്സ് ബിനീത്ത് ദ ടേബിൾ ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. ഞാൻ ടേബിൾ അടിയിലുള്ള ബോക്സ് തുറന്നു, ഒരു ബുക്ക് എടുത്ത് നൂത്ത് വെച്ചു. ദ മെറ്റീരിയ മെഡിക്ക. ഡോക്ടർ എടുത്ത പുസ്തകത്തിന്റെ പേരെന്തായിരുന്നു? മെറ്റീരിയ മെഡിക്ക. ഐ ഓപ്പൺഡ് ഇറ്റ് അറ്റ് ദ ടേബിൾ ഓൺ വിച്ച് സ്റ്റുഡ് ദ ലാമ്പ് ആൻഡ് എ ലാർജ് മിറർ. ഞാൻ ടേബിളിന് മുകളിൽ ബുക്ക് തുറന്നു വെച്ചു. അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഒരു ലാമ്പ്, വിളക്കും, a large mirror, ഒരു വലിയ കണ്ണാടിയും, a small comb lay beside the mirror. അതിനോട് ചേർന്ന് ഒരു ചെറിയ ചീപ്പും ഉണ്ടായിരുന്നു. One feels tempted to look into a mirror when it is near. I took a look. In those days, I was a great admirer of beauty and I believed in making myself look handsome. I was unmarried and was a doctor. I felt I had to make my presence felt. I picked up the comb and ran it through my hair and adjusted the parting so that it looked straight and neat. Again I heard that sound from above. One feels tempted to look into a mirror when it is near. ആരായാലും കണ്ണാടി എടുത്തുണ്ടെങ്കിൽ ഒരു പ്രലോഭനമാണ്, അതിലേക്ക് നോക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും. ഏത് മനുഷ്യനായാലും ഉണ്ടാകും. I took a look. ഞാനും ഒന്ന് നോക്കി. In those days I was a great admirer of beauty and I believed in making myself look handsome. ആ കാലഘട്ടം ചെറുപ്പ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ കുറെ കൂടെയൊക്കെ സുന്ദരനായിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുറെ കൂടെയൊക്കെ സുന്ദരനായിരിക്കണം. I was unmarried and was a doctor. ഒന്നുമില്ലെങ്കിലും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഒപ്പം ഒരു ഡോക്ടർ കൂടി ആയിരുന്നില്ലേ, സ്വാഭാവികമായിട്ടും സൗന്ദര്യ ആരാധന കൂടും. I picked up the comb and ran it through my hair and adjusted the parting so that it looked straight and neat. Again I heard that sound from above. അപ്പോൾ കുറെ കൂടെയൊക്കെ സുന്ദരനായിരിക്കാൻ ഞാൻ നോക്കുമായിരുന്നു. കാരണം ആ സമയത്ത് ഐ വാസ് അൺമാരീഡ്, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു, പിന്നെ ഡോക്ടർ കൂടി ആയിരുന്നില്ലേ. I felt I had to make my presence felt. I picked up the comb and ran it through my hair and adjusted the parting so that it looked straight and neat. ഞാൻ ചീപ്പെടുത്ത് തലയിൽ മുടി ചീകി വെച്ചു, ഒതുക്കി നല്ല ഫിനിഷ് ചെയ്ത് വെച്ചു. Again I heard that sound from above. വീണ്ടും മുകളിൽ നിന്ന് ശബ്ദം, നേരത്തെ പറഞ്ഞ ശബ്ദം മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. I took a close look at my face in the mirror. I made an important decision. I would shave daily and grow a thin mustache to look more handsome. I was, after all, a bachelor and a doctor. I took a close look at my face in the mirror. ഞാൻ കണ്ണാടിയിലേക്ക് എൻ്റെ മുഖം കണ്ടപ്പോൾ കുറച്ചുകൂടെ അടുത്തേക്ക് നോക്കി, സസൂക്ഷ്മം നിരീക്ഷിച്ചു. I made an important decision. എന്നിട്ട് പ്രധാനപ്പെട്ട തീരുമാനം എടുത്തു. I would shave daily. എല്ലാ ദിവസവും ഒന്ന് ഷേവ് ചെയ്തേക്കും. And grow a thin mustache to look more handsome. ഒരു കുഞ്ഞു മീശ വളർത്തിയേക്കാം, അപ്പോൾ സൂപ്പറായിരിക്കും, സുന്ദരനായിരിക്കും. I was, after all, a bachelor. ഒന്നുമില്ലേലും ഞാൻ വിവാഹം കഴിക്കാത്ത ആളല്ലേ. ആൻഡ് എ ഡോക്ടർ, ഒരു ഡോക്ടർ കൂടി അല്ലായിരുന്നില്ലേ. I looked into the mirror and smiled. It was an attractive smile. I made another earth-shaking decision. I would always keep that attractive smile on my face to look more handsome. I was, after all, a bachelor and a doctor too on top of it. Again came that noise from above. I looked into the mirror and smiled. ഞാൻ കണ്ണാടിയിൽ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു.
ഇറ്റ് വാസ് ആൻ അട്രാക്റ്റീവ് സ്മൈൽ. അടിപൊളി ചിരി, ഭയങ്കര മനോഹരമായ പുഞ്ചിരി. ഐ മെയ്ഡ് അനദർ എർഷേക്കിംഗ് ഡിസിഷൻ. ഭൂമി കുലുക്കുന്ന തരത്തിലായ ഒരു തീരുമാനം ഞാൻ എടുത്തു. ഐ വുഡ് ഓൾവേസ് കീപ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ മൈ ഫേസ്. ഞാൻ എപ്പോഴും ആ ചിരി എൻ്റെ മുഖത്ത് സൂക്ഷിക്കും. ടു ലുക്ക് മോർ ഹാൻഡ്സം. ഇതിനു വേണ്ടിയാ കൂടുതൽ സുന്ദരനായിരിക്കും. നമ്മൾ എപ്പോഴും ചിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സൗന്ദര്യം കൂടും. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ. ഒന്നുമില്ലെങ്കിലും ഞാൻ ബാച്ചിലർ ആയിരുന്നില്ലേ. ആൻഡ് എ ഡോക്ടർ ടു ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. അതിലുപരി ഞാൻ ഒരു ഡോക്ടർ കൂടിയായിരുന്നില്ലേ. എഗെയിൻ കെയിം ദാറ്റ് നോയ്സ് ഫ്രം എബോവ്. വീണ്ടും മുകളിൽ നിന്ന് ആ ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. എന്തായിരുന്നു ആ ശബ്ദം എന്ന് മനസ്സിലായില്ലേ? ഇതുവരെയാണ് നമ്മൾ ഇന്ന് നിർത്താൻ പോകുന്ന ടോപ്പിക്. ഇനി സൈഡ് ഇതുമായി ബന്ധപ്പെട്ട സൈഡിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വായിച്ചു തരാം. നിങ്ങൾക്കത് ഈ ഞാൻ പഠിപ്പിച്ചത് കേട്ടത് വെച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ. What was the topic that came up for discussion between the doctor and his friends? എന്തായിരുന്നു ആ ഡോക്ടറും സുഹൃത്തുക്കളും തമ്മിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്തായിരുന്നു? What was the topic that came up for discussion between the doctor and his friends? Second one. What does the expression a full-blooded cobra suggest? ഒരു full-blooded cobra എന്ന് പറയുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? ഇതെല്ലാം ഞാൻ പഠിപ്പിച്ച സമയത്ത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഇൻ കേസ് അത് കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ ആ വീഡിയോ ഒന്ന് കാണുക. ഓക്കെ. തേർഡ് വൺ. ദ സൗണ്ട് വാസ് എ ഫെമിലിയർ വൺ. വാട്ട് വാസ് ദ സൗണ്ട്? ആ ശബ്ദം സുപരിചിതമായിരുന്നു. ഏതാണ് ആ ശബ്ദം? ഞാൻ ആ പാഠഭാഗത്തിലൂടെ പോയപ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ട് വാസ് ദ സൗണ്ട്? ഓക്കെ. നെക്സ്റ്റ് വൺ. ഇൻ ദോസ് ഡേയ്സ് I was a great admirer of beauty. Pick out phrases and expressions from the story to justify the statement. ആ ദിവസങ്ങളിൽ ഞാൻ വലിയൊരു സൗന്ദര്യ ആരാധകനായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഫ്രേസസോ സെന്റൻസോ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ പഠിച്ച ഭാഗത്തുണ്ടെങ്കിൽ അതുപോലെ എടുത്തെഴുതുക. ഒപ്പം നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ജസ്റ്റിഫൈ ചെയ്യുകയും വേണം. ഓക്കെ. Fifth one. What are the two important and earth-shaking decisions that the doctor takes while looking in the mirror? കണ്ണാടി നോക്കിയപ്പോഴത്തേക്ക് ഭൂമിയെ തന്നെ കുലുക്കുന്ന തരത്തിലുള്ള രണ്ട് തീരുമാനങ്ങൾ അദ്ദേഹം എടുത്തായിരുന്നു. എന്തൊക്കെയായിരുന്നു ആ രണ്ട് തീരുമാനങ്ങൾ? ഇത്രയുമാണ് ഈ 5 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഈ പാഠം വായിച്ചിട്ട് നോട്ട്ബുക്കിലോട്ട് എഴുതേണ്ടത്. ഓക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഒരു രസകരമായ ഒരു കഥയാണ്. That happened in the life of a homeopath. ഒരു ഹോമിയോ ഡോക്ടറുടെ ജീവിതത്തിൽ സംഭവിച്ച രസകരമായ സംഭവം. അതിൻ്റെ ഒരു കുറച്ച് ഭാഗമാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്തത്. അതിലെ 5 ക്വസ്റ്റ്യൻസും പഠിച്ചു. ഇനി ഞാൻ തരാൻ പോകുന്ന ഒരു 1-2 ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും കൂടെ നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് എഴുതണം. ഡോണ്ട് ഫർഗെറ്റ് ടു റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്സ്. ഓക്കെ അല്ലേ? നോട്ട്ബുക്കിലോട്ട് എഴുതാൻ മറക്കരുത്. അപ്പോൾ ആ 2 ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് എഴുതി നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Make a character sketch of the doctor. First question. Make a character sketch of the doctor. Okay. Second one. Imagine that the doctor is writing a letter to his friends about his poor financial situation. Draft the letter. അപ്പോൾ ഫസ്റ്റ് ഡോക്ടറിന്റെ ക്യാരക്ടർ സ്കെച്ച് ചെയ്യണം. സെക്കൻഡ് പറയുന്നത് ഇമാജിൻ ദാറ്റ് ദ ഡോക്ടർ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് അബൌട്ട് ഹിസ് പുവർ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ. അദ്ദേഹത്തിന്റെ സാമ്പത്തികപരമായിട്ടുള്ള വളരെ ദയനീയമായ അവസ്ഥയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം ഒരു ലെറ്റർ എഴുതണം അദ്ദേഹത്തിന്റെ കൂട്ടുകാരന്. ആനത് ഡോക്ടർ ആവാം, മറ്റേതെങ്കിലും ജോലി ചെയ്യണം, കുഴപ്പമില്ല. ഒരു പേഴ്സണൽ ലെറ്റർ ആണിത്. ആ ലെറ്റർ എഴുതുക, ഒപ്പം ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുക.
ഗ്ലിംസസ് ഓഫ് ഗ്രീനിലെ രണ്ടാമത്തെ പാഠമാണ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ. കുറച്ച് ഭാഗം മാത്രമേ എടുത്തോളൂ. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പാഠം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇല്ലാത്തവർ ഒന്നും കൂടെ വീഡിയോ ഒന്ന് കാണുക. ഓക്കെ, ബൈ.